കാക്കൻ്റെ ചെരുപ്പ് പോയി. വീട്ടിൽ കോയമ്പത്തൂർ ചായ കുടിക്കാൻ നമ്മുടെ ബൈക്കിൽ കാക്ക അഭിപ്രായം ഇവനെ നിർത്തി. ഞാൻ പിന്നെ പാലക്കാട് വിളിച്ചിട്ട് വന്നു. വേഗം കോയമ്പത്തൂർ പോകാനുള്ള പ്ലാനുണ്ടോ? ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. രണ്ടാൾക്ക് 70 രൂപ. ഇപ്പോൾ ഒരു ട്രെയിൻ വരുന്നുണ്ടെന്ന് പറഞ്ഞത് 9:08. ഇപ്പോൾ 9:02. എനിക്ക് വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, ചെരുപ്പ് ഇതൊക്കെ. നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദൂരദേശത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വണ്ടിയിലൊക്കെ കയറി, പക്ഷേ സീറ്റൊന്നുമില്ല. ഇവിടെ നിന്നിട്ട് പോകാൻ പറ്റില്ല, സീറ്റൊന്നുമില്ല. നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് 20 മിനിറ്റ്, ഇപ്പോഴും ട്രെയിൻ എടുത്തിട്ടില്ല. വയനാട് സമയമായിട്ടില്ല. ഫുഡ് പോലും കഴിക്കാണ്ടാണ് കയറി. എന്താവും അറിയില്ല. അവിടെ പോയിട്ട് നോക്കാം, കടയുണ്ടാവുമ്പോൾ. നമ്മുടെ ഇവിടെ സമയമുണ്ട്. എല്ലാ ഹോട്ടലും അടച്ചിരിക്കുന്നു. നമ്മൾ പാലക്കാട് ജംഗ്ഷൻ കിടന്നു. ഇനി നമ്മൾ കോയമ്പത്തൂർ പോയിട്ട് കാണാൻ കഴിയും. കോയമ്പത്തൂർ ട്രെയിനും കഞ്ചിക്കൂടൊക്കെ കിടന്നു. പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല. ഓക്കെ, ബാംഗ്ലൂർ പോകുന്ന ട്രെയിനാണ്. കൊടുങ്കാട് കഴിച്ച് കാണുന്നുണ്ടോ? കൊടുങ്കാട് വാളയാർ സ്റ്റേഷനെത്തിയിട്ട്. അയ്യോ, നല്ല മഴ, ഒടുക്കത്തെ മഴ ഗൈസ്. മഴ വന്നു ഗൈസ്. ട്രെയിനിൽ പോകുമ്പോൾ വൈബ് ഗൈസ്. മഴ ട്രെയിന് വൈബ്. ഫോണൊക്കെ നഞ്ഞറാ. വാളയാർ പരമിച്ചു. മേലിൽ കൂടെ എയർപ്ലെയിൻ പോയിക്കൊണ്ടിരിക്കുന്നു. അതാ കോയമ്പത്തൂർ എയർപോർട്ടിലേക്കാണ്. അതാ ഒരു മല. കാക്കൻ്റെ ചെരുപ്പ് ഒറ്റ കാലിൽ മാത്രമേ ഉള്ളൂ ഗൈസ്. എണിക്കാന്ന് ചെരുപ്പ് പോയതാണ്. ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞാണ് എനിക്കിപ്പോൾ നോക്കി എണിക്കണമെന്ന്. ചെരുപ്പ് പോയി ഗൈസ്. കോയമ്പത്തൂർ വീട്ടില് ചെരുപ്പ് വാങ്ങിട്ട് പോട്ടാ ഗൈസ്. ചെരുപ്പില്ലാണ്ട് കാക്കയ്ക്ക് ഒരു കാലിൽ ചെരുപ്പിടാൻ മടിയായതുകൊണ്ട് ആ ചെരുപ്പും കൂടി കളയാൻ പോണേ. കടഞ്ഞിരിക്കുന്നു.